കഥ വേനലവധി. രചന സൈറ മൊയ്തീൻ ആലങ്ങാട്ട്. ശബ്ദം ജയശ്രീ കുണ്ടൂളി. മാധവേട്ട, ദാ ഞാൻ എവിടുണ്ട്. ഏട്ടൻ എവിടെയാ നോക്കുന്നേ? ഇവിടെ മച്ചമ്പുറത്താണ്. ഒക്കെ മറന്നൂല്ലേ? ഞാൻ മറന്നില്ല കേട്ടോ. അമ്മൂനെ അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ തളയ്ക്കപ്പെട്ടു പോയില്ലേ ഞാൻ. എല്ലാ വേനലവധിക്കും ഞാൻ കാത്തിരിക്കാറുണ്ട് നിങ്ങളെല്ലാവരെയും. എന്ത് രസമായിരുന്നു അല്ലേ അന്നൊക്കെ. തറവാട്ടിൽ ഒത്തുകൂടുന്ന നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ പത്തായപ്പുരയിലും മച്ചുംപുറത്തുമല്ലേ കളിക്കുക. അന്ന് ഒളിച്ചു കളിക്കുന്നതിനിടയിൽ മാധവേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. പേടിച്ചു പോയ എന്നോട് ഇഷ്ടം കൊണ്ടല്ലേ അമ്മു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തു സന്തോഷമായിന്നോ. എന്നിട്ടും ഏട്ടൻ്റെ കുസൃതി തീർന്നില്ല. ഇപ്പോൾ പുറത്തിറങ്ങേണ്ട, കവിളിൽ ഉമ്മ തന്ന അടയാളമുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. പേടി കാരണം മച്ചും പുറത്തൊരു മൂലയിൽ ഒളിച്ചിരുന്ന് ഉറങ്ങിപ്പോയി. ആരുമില്ലെന്നു കരുതി പത്തായപ്പുര പൂട്ടിപ്പോയപ്പോൾ എൻ്റെ ഉറക്കം എന്നേക്കുമായി പോയി. കുറേ നേരം നോക്കി നിന്നു മാധവൻ. തിരിഞ്ഞു നടന്നു. പണ്ട് പത്തായപ്പുരയായിരുന്നു. ഇപ്പോൾ അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നു. എന്നാലും തൻ്റെ മനസ്സിലും കണ്ണിലും അവിടെ പത്തായപ്പുര തന്നെ. അന്ന് കളിക്കുന്നതിനിടയിൽ അച്ഛൻ ടൗണിൽ പോകാൻ വിളിച്ചപ്പോൾ കളി പാതിയിൽ നിർത്തി അച്ഛൻ്റെ കൂടെ പോയി. രാത്രിയിലാണ് അമ്മുവിനെ കാണാനില്ലെന്ന് അറിഞ്ഞത്. അപ്പോഴും പത്തായപ്പുരയിൽ അവൾ ഉണ്ടാകുമെന്ന് ഓർത്തതേയില്ല. പിറ്റേന്ന് ബോധമറ്റ നിലയിൽ അമ്മുവിനെ കിട്ടിയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായില്ല. പിന്നീട് വേനലവധികൾക്ക് ഇങ്ങോട്ട് വരാറില്ല. തൻ്റെ ഒരു നിമിഷത്തെ സ്നേഹപ്രകടനത്താൽ ഒരായുസ് മുഴുവൻ തനിക്ക് സ്വന്തമായിരിക്കേണ്ടവൾ നഷ്ടപ്പെട്ട വേദന ഇന്നും അയാളെ ചുറ്റിവരിയുന്നു. അയാൾ ഒന്നൂടെ തിരിഞ്ഞു നോക്കി. അമ്മുവിൻ്റെ ശബ്ദമെങ്കിലും കേൾക്കാൻ കഴിഞ്ഞെങ്കിൽ അയാൾ വല്ലാതെ കൊതിച്ചു. തെക്കേപ്പുറത്തെ കുളപ്പുരയിൽ പോയിരുന്നു കുറേ നേരം. അവധിക്കാലങ്ങളിൽ ഏറെ ചെലവഴിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കുളപ്പുരയും. കുളത്തിൻ്റെ അക്കരയ്ക്കും ഇക്കരയ്ക്കും മത്സരിച്ച് നീന്തുമായിരുന്നു. ഓർമ്മകളുടെ ആ സുഗന്ധം അമ്മുവിൻ്റെ വേർപാടിൽ ഇന്ന് തീരാവേദനയാണ്. താൻ ഇല്ലാതായാൽ ഒറ്റയ്ക്കാകുന്ന 2 ജീവിതങ്ങളുണ്ടായിരുന്നു. അവരെ ഓർത്ത് ഇത്രയും നാൾ കാത്തിരുന്നു. ഇനി വയ്യ, അമ്മുവിലേക്ക് മടങ്ങണം. അയാൾ എന്തോ തീരുമാനിച്ച പോലെ എഴുന്നേറ്റു. മാധവേട്ടാ, കുളത്തിൻ്റെ അപ്പുറത്തെ വേലിക്കെട്ടിനടുത്ത് അമ്മു നിൽക്കുന്നു. അയാൾ സന്തോഷമടക്കാനാവാതെ മുഖം പൊത്തിക്കരഞ്ഞു. ഏട്ടൻ എന്തിനാ കരയുന്നേ? അമ്മു വന്നില്ലേ? വാ, നമുക്ക് ഒളിച്ചു കളിക്കാം. അവൾ കുളത്തിലേക്കിറങ്ങി. അവളുടെ പുറകെ അയാളും കുളത്തിലെ ആഴങ്ങളിലേക്കിറങ്ങി മറഞ്ഞു.